നേപ്പാളിൽ വൻ ദുരന്തം വിതച്ച് മിന്നൽ പ്രളയം. 100-ലധികം മരണം. മലയാളി തീർത്ഥാടകർ ഉൾപ്പെടെ 800-ലധികം പേരെ കാണാനില്ല. നേപ്പാൾ തിബറ്റ് അതിർത്തി മേഖലയിലുണ്ടായ വിനാശകരമായ മിന്നൽ പ്രളയത്തിൽ വൻ ജീവഹാനിയും വ്യാപക നാശനഷ്ടവും. നേപ്പാളിലെ ലങ്താങ് ഹിമാലയ മേഖലകളിൽ മഞ്ഞുമല ഇടിഞ്ഞു വീണുണ്ടായ ശക്തമായ മണ്ണിടിച്ചിലാണ് ബോട്ടെ, കോശി, ത്രിശൂലി നദികളിൽ പെട്ടെന്ന് കൂറ്റൻ പ്രളയതരംഗങ്ങൾ സൃഷ്ടിച്ചത്. കരകവിഞ്ഞൊഴുകിയ പ്രളയജലത്തിൽ അതിർത്തി ഗ്രാമങ്ങളും സൈനിക ക്യാമ്പുകളും പാലങ്ങളും പൂർണ്ണമായി ഒഴുകിപ്പോയി. ഇതുവരെ 162-ലധികം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി നേപ്പാൾ ദുരന്ത നിവാരണ സേന സ്ഥിരീകരിച്ചു. അതിർത്തിയിലെ രസുവ, ദുവാകോട്ട്, ദാഡിങ് ജില്ലകളെയാണ് ദുരന്തം ഏറ്റവും രൂക്ഷമായി ബാധിച്ചത്. വിദേശ വിനോദസഞ്ചാരികളും കൈലാസ മാനസരോവർ തീർത്ഥാടകരും അടക്കം 800-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. കാണാതായവരിൽ 100-ലധികം ഇന്ത്യക്കാരുണ്ടെന്നാണ് ഔദ്യോഗിക വിവരങ്ങൾ. റൂട്ടിൽ യാത്രയിലായിരുന്ന മലയാളി സംഘങ്ങളും കുടുങ്ങിക്കിടക്കുന്നതായി ആശങ്കയുണ്ട്. തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനുമായി നേപ്പാൾ സൈന്യവും ദുരന്ത നിവാരണ സേനയും ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ച് പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയും തകർന്ന ഗതാഗത മാർഗങ്ങളും രക്ഷാപ്രവർത്തനത്തിന് കടുത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നേപ്പാളിന് ആവശ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും വാഗ്ദാനം ചെയ്തതായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ബന്ധുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും നോർക്ക റൂട്ട്സും എമർജൻസി ഹെൽപ്പ് ലൈനുകളും തുറന്നിട്ടുണ്ട്. മേഖലയിൽ മഴയും പ്രളയഭീതിയും തുടരുന്നതിനാൽ നദീതീരങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി.